നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വീണ്ടും ഒരു പുലിവാലിൽ പെട്ടിരിക്കുകയാണ്. ഇക്കുറി ജാർഖണ്ഡിലെ ചൈബാസ് കോടതിയാണ് അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നാളെ കോടതിയിൽ ഹാജരാകണം. കേസ് പതിവ് പോലെ ഒരു വിടുവായത്തനം വിളിച്ചു പറഞ്ഞതിനാണ്. അമിത്ഷായെ കുറിച്ചുള്ളൊരു പരാമർശമാണ്. അതും 2018 കോൺഗ്രസ് പ്ലീനറി സമ്മേളനത്തിൽ AICCയുടെ പ്ലീനറി സമ്മേളനത്തിൽ രാഹുൽ നടത്തിയ പരാമർശമാണ് കേസിന് ആധാരം. ഈ ജാർഖണ്ഡിലെ ഒരു BJP നേതാവ് പ്രതാപ് കത്യാർ എന്ന് പറയുന്ന ഒരു BJP നേതാവാണ് കേസ് കൊടുത്തത്. അതായത് കൊലക്കേസിൽ പ്രതിയായ ഒരു കൊലപാതകിക്ക് വേണമെങ്കിലും BJP അധ്യക്ഷനാകാം എന്നുള്ളതായിരുന്നു രാഹുലിൻ്റെ പരാമർശം. അത് അമിത്ഷായെ ലക്ഷ്യമിട്ടാണ് നടത്തിയത്. അതിന്മേലാണ് ഇപ്പോൾ കേസുണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ കോടതിയിൽ കേസ് വന്നപ്പോൾ രാഹുൽ അതിനെ പഴയതുപോലെ തന്നെ മുമ്പെല്ലാം ചെയ്തിരുന്നത് പോലെ അതിനെ അങ്ങ് അവഗണിക്കുകയായിരുന്നു, വളരെ പുച്ഛിക്കുകയായിരുന്നു. അത് അവസാനം കേസ് കയറി കടുത്തു. ജാമ്യത്തോടു കൂടിയുള്ള അറസ്റ്റ് വാറണ്ട് കോടതി പുറപ്പെടുവിച്ചിരുന്നു. അതിന്മേൽ രാഹുൽ ജാർഖണ്ഡ് ഹൈക്കോടതിയെ സമീപിച്ചു. കേസ് തള്ളണമെന്നായിരുന്നു ആവശ്യം. പക്ഷേ ആ കേസ്, ഈ ജാമ്യമുള്ള അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച കേസ് രാഹുലിൻ്റെ ഭാഗം കൂടി കേട്ടിട്ട് ഹൈക്കോടതി തീർപ്പാക്കി കീഴ്ക്കോടതിക്ക് തിരികെ വിട്ടു. ആ കീഴ്ക്കോടതി അതിനനുസരിച്ച് രാഹുലിനോട് വീണ്ടും ഹാജരാകാൻ നിർദ്ദേശിച്ചു. പക്ഷേ രാഹുൽ അത് ചെവിക്കൊണ്ടില്ല. പഴയതുപോലെ തന്നെ കോടതികളോട് പരമപുച്ഛമാണ് അദ്ദേഹത്തിന് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയായിരുന്നു ആ സംഭവം. ഇപ്പോഴിതാ കോടതി 26-ന്, ഈ മാസം 26-ന്, അതായത് നാളെ ഹാജരാകാനായിട്ട് ജാമ്യമില്ലാത്ത അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. രാഹുൽ നിരന്തരം ഇത്തരത്തിൽ ഈ മാനനഷ്ട കേസുകളിൽ പ്രതിയാകുന്നത് തുടരുകയാണ്. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു വീണ്ടുവിചാരവുമില്ല. വളരെ പണ്ട് സവർക്കറേയും അതുപോലെ തന്നെ RSSനെയും ഒക്കെ ആക്ഷേപിച്ച് പലതും പറഞ്ഞ അദ്ദേഹം ഒരു കേസിൽപ്പെട്ടു. ഞാൻ മാപ്പ് പറയാൻ സവർക്കർ അല്ല എന്നായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ അന്ന് വീരവാദം മുഴക്കിയത്. അതേ രാഹുൽ അവസാന കോടതിയിൽ വന്ന് ലേലു അല്ലു ലേലു അല്ലു ലേലു അല്ലു എന്ന് മാപ്പ് പറയുന്നത് ഇന്ത്യ മുഴുവനും കണ്ടു. ഒരു കോൺഗ്രസ് നേതാവും ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു പ്രതിസന്ധിയിൽ പെട്ടിട്ടില്ല. ചെറിയ തോതിലൊക്കെ ഇത്തരത്തിൽ രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാകും. ഇതുപോലെയുള്ള ചില കേസുകളൊക്കെ പ്രാദേശികമായിട്ടൊക്കെ ഉണ്ടാകും. പക്ഷേ ഒരു ദേശീയ നേതാവ്, കോൺഗ്രസിൻ്റെ ഒരു ദേശീയ നേതാവ് ഇത്തരത്തിൽ ഒരു കേസിൽ, അതായത് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്ന, മാനക്കേടുണ്ടാക്കുന്ന ഒരു കേസിൽ പെടുന്നത് ഇതാദ്യമാണ്. രാഹുൽ വീണ്ടുവിചാരമില്ലാതെ പലതും വിളിച്ചു പറയും. ഉപദേശകന്മാർ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച്, ഉപദേശകന്മാർ കീ കൊടുത്താൽ പ്രവർത്തിക്കുന്ന ഒരു പാവയാണ് രാഹുൽ എന്ന പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് പലപ്പോഴും അദ്ദേഹം പെരുമാറുന്നത്. അങ്ങനെയുള്ള ആ പ്രതിപക്ഷ ആരോപണത്തെ ആർക്കും കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം രാഹുലിൻ്റെ ചെയ്തികൾ അത്തരത്തിലുള്ളതാണ്. പലപ്പോഴും രാഹുൽ തൻ്റെ പരിധി ലംഘിച്ച് പറയാൻ പാടില്ലാത്ത, അപമാനിക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളും വാക്കുകളും ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ രാഹുലിന് വലിയ പുലിവാലായിരിക്കുന്നത്. ഈ ചൈബസി കോടതിയുടെ അറസ്റ്റ് വാറണ്ട്, ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട് നിസ്സാരമല്ല. ഹൈക്കോടതി തീർപ്പാക്കിയപ്പോൾ തന്നെ കീഴ്ക്കോടതിയിൽ ഹാജരായി തുടർ നടപടികളിലേക്ക് കടന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ചെറിയൊരു താക്കീതിലോ മറ്റോ ആ പ്രശ്നം അവസാനിക്കുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ കോടതിയുടെ ഗൗരവം, കോടതിയുടെ അന്തസ്സ് ഒക്കെ രാഹുൽ ചോദ്യം ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ നീതിന്യായ കോടതികൾക്ക് ഇന്ത്യൻ ജനത നൽകുന്ന വില വളരെ വലുതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ കീഴ്ക്കോടതികളുടെ അല്ലെങ്കിൽ ജില്ലാ കോടതിയുടെ ഒക്കെ ഒരു അന്തസ് ഇടിക്കുന്ന തരത്തിൽ ഇത്രയേറെ അറസ്റ്റ് വാറണ്ടുകൾ പുറപ്പെടുവിച്ചിട്ടും ഹാജരാകാതെ നീട്ടി കൊണ്ടുപോയ രാഹുലിൻ്റെ നിലപാട് കോടതിക്ക് തന്നെ ഒടുവിൽ അസഹനീയമായി. കോടതി അലക്ഷ്യത്തിനപ്പുറത്തേക്ക് കോടതിയെ അപമാനിക്കുന്ന ഒരു നടപടിയായിട്ടാണ് അതിനെ കണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ പരിധി മനസ്സിലാക്കണം. കോടതികളോട് അങ്ങേയറ്റം ബഹുമാനത്തോടെ പെരുമാറുന്ന
അല്ലെങ്കിൽ കോടതികളെ ബഹുമാനിക്കുന്ന പാരമ്പര്യമാണ് നമുക്കുള്ളത്. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ നേതാവായതുകൊണ്ടോ അല്ലെങ്കിൽ ചോട്ടാ നേതാവായതുകൊണ്ടോ ഒന്നും കോടതിയെ മാനിക്കേണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും കോടതിയെ ബഹുമാനിക്കാനുള്ള കോടതിയെ ബഹുമാനിക്കേണ്ടതുണ്ട്. അദ്ദേഹം പോലും കോടതികൾക്ക്, സുപ്രീം കോടതി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളൊക്കെ കോടതികളെ ബഹുമാനിക്കുകയും കോടതികൾക്ക് വഴങ്ങുകയും വേണം. കാരണം അവർ പാസാക്കുന്ന നിയമനിർമ്മാണത്തിൽ, അവർ നിർമ്മിക്കുന്ന നിയമത്തിൽ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി തിരുത്തണമെന്ന് പറയാൻ ഈ രാജ്യത്ത് അധികാരം കോടതികൾക്ക് മാത്രമേ ഉള്ളൂ. നമ്മളത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കോടതികളോടാണ് രാഹുലിൻ്റെ ഈ നിഷേധാത്മക സമീപനം. എന്തായാലും രാഹുൽ പതിവ് പോലെ ഈ ഒടുവിൽ ചൈബസി കോടതിയിലും എത്തി ലേലു അല്ലു പറയുമോ എന്നുള്ളതാണ്. മാപ്പ് 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 ഇനി ആവർത്തിക്കില്ല എന്ന് പറയുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഈ അമിത്ഷായെക്കുറിച്ചുള്ള പരാമർശം രാഷ്ട്രീയമായ ഒരു ആരോപണമോ ഒക്കെ ആയിട്ട് നമുക്കതിനെ തള്ളിക്കളയാം. പക്ഷേ അതിന്മേൽ ഒരു കോടതി നടപടി ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരാൾ അതിന്മേൽ മാനനഷ്ട കേസ്, ഒരു BJP പ്രവർത്തകനാണ്, ഈ പ്രതാപ് കത്യാർ എന്ന് പറയുന്ന BJP പ്രവർത്തകനാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് അതിനുള്ള അവകാശമുണ്ട്. അയാൾ പ്രവർത്തിക്കുന്ന പാർട്ടിയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു എന്ന് അയാളെ നാണം കെടുത്തി, അല്ലെങ്കിൽ അയാളുടെ മാനത്തിന് ഇടിവുണ്ടായി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കോടതിയെ സമീപിച്ചു. ന്യായമായി നിയമത്തിൻ്റെ വഴി തേടി. അങ്ങനെ നിയമത്തിൻ്റെ വഴി തേടുമ്പോൾ അതിന് നിയമം ഉപയോഗിച്ച് തന്നെ, നിയമത്തിൻ്റെ മാർഗത്തിലൂടെ തന്നെ അതിന് മറുപടി കൊടുക്കുകയും ആ കേസ് പറയുകയും കോടതിക്ക് മുന്നിൽ ഹാജരായി വാദിക്കുകയും ഒക്കെ ചെയ്യാം. അതിനുള്ള സൗകര്യമുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത്. ആ സ്വാതന്ത്ര്യം ആരും കവർന്നെടുത്തിട്ടില്ല. ആ അവകാശം ആരും നഷ്ടപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നിയമം കൊണ്ട് തന്നെ നിയമത്തെ നേരിട്ട് മുന്നോട്ട് പോകുന്നത്, ആ ധാർമ്മികത പുലർത്താൻ രാഹുലിന് ഇവിടെ സാധിച്ചില്ല. പകരം ഞാൻ വലിയൊരാളാണ്, നെഹ്റു കുടുംബത്തിൻ്റെ ഇളമുറക്കാരനാണ്, രാജീവ് ഗാന്ധിയുടെ മകനാണ്, ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകനാണ് എന്നൊക്കെ ഉള്ള ധാർഷ്ട്യം കോടതികളോട് രാഹുൽ കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്. കോൺഗ്രസിനുള്ളിൽ തന്നെ രാഹുലിൻ്റെ ഈ നിഷേധാത്മക നിലപാടിനോട്, ഈ സമീപനത്തോട് ഒക്കെ വലിയ എതിർപ്പുണ്ട്. പക്ഷേ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും അതൊക്കെ സഹിക്കുകയാണ് എന്ന് രാഹുൽ മനസ്സിലാക്കണം. മറിച്ച് തൻ്റെ ഈ നിലപാട് ഇങ്ങനെ തന്നെ തുടരാനാണ്, ഈ ധാർഷ്ട്യം ഇങ്ങനെ തന്നെ, ധാർഷ്ട്യത്തോടു കൂടിയുള്ള ആ സമീപനം ഇങ്ങനെ തന്നെ തുടരാനാണ് രാഹുൽ തീരുമാനിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ രാഹുൽ നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ അത് വലിയ ദോഷം ചെയ്യും അദ്ദേഹത്തിനും കോൺഗ്രസ് പാർട്ടിക്കും. നമ്മളതിൻ്റെ തെളിവുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കോൺഗ്രസ് ചുരുങ്ങി പടവലങ്ങ പോലെ താഴോട്ട് വളർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണം രാഹുൽ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ചെയ്തികളാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലിനെ നമുക്ക് തെറ്റു പറയാനാകില്ല. എന്തായാലും ഈ ചൈബസി കോടതിയിൽ എത്രയും പെട്ടെന്ന് ഹാജരായി, നാളെ തന്നെ ഹാജരായി തുടർ നടപടികളിലേക്ക് രാഹുൽ കടക്കുന്നതായിരിക്കും ഉചിതം. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു മേൽക്കോടതികളിലേക്ക് പോയി ഇപ്പോഴത്തെ ഈ കോടതി നടപടി സ്റ്റേ ചെയ്യിക്കാനുള്ള എന്തെങ്കിലും നീക്കവും രാഹുൽ നടത്തുമായിരിക്കും. എന്തായാലും ഈ നിയമ പോരാട്ടം ഉടനെയൊന്നും അവസാനിക്കില്ല. രാഹുലിന് ഇനിയും ഇത്തരത്തിലുള്ള കോടതികളിൽ നിന്ന് തിരിച്ചടി, ഇത്തരത്തിൽ പെരുമാറുകയാണെങ്കിൽ, ഈ നിഷേധാത്മക സമീപനം പുലർത്തുകയാണെങ്കിൽ കോടതികളിൽ നിന്ന് കനത്ത തിരിച്ചടി തന്നെ രാഹുലിന് കിട്ടുമെന്ന് സാരം.